ലീഗിനെ സംബന്ധിച്ചിടത്തോളം പലരും പല കാലത്തും പോയിട്ടുണ്ട്. ഞങ്ങളിൽ നിന്ന് പോയ ഒരു സംസ്ഥാന ഭാരവാഹി കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക പോലും ചെയ്തിരുന്നു ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി. എന്താ സംഭവിച്ചത്? ഒരു കാലത്തും കിട്ടാത്ത ഭൂരിപക്ഷത്തിന് മുസ്ലിം ലീഗ് ജയിച്ചു. ഞങ്ങൾ പുറത്താക്കിയവരും അതുപോലെ തന്നെ ഞങ്ങൾ ഇന്ന് അനിഷ്ടപ്രകാരം പോയവരുമൊക്കെ എവിടെ എത്തിയെന്ന് നിങ്ങൾക്കൊക്കെ അറിയാലോ. അതുകൊണ്ടൊന്നും മുസ്ലിം ലീഗിന് ഒരു തളർച്ച ഉണ്ടാകുന്നില്ല. മുസ്ലിം ലീഗ് വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതൊക്കെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് തന്നെയാണ്. ഒരു പ്രസിഡൻറ്റ്, പല സംഘടനകൾക്കും പലപ്പോഴും പ്രസിഡൻറ്റ് ഉണ്ടാവാറില്ല. അതിന് ഒരു വൈസ് പ്രസിഡൻറ്റ് ചാർജ് കൊടുത്തിട്ടാണ് കാര്യങ്ങൾ നടത്താറ്. അതിൻ്റെ സമയമാകുമ്പോൾ ഞങ്ങൾ തീരുമാനിക്കും. അതിന് നിയമപരമായ ചില നൂലാമാലകളൊക്കെ ഉള്ളത് കൊണ്ടാണ് നീണ്ടുപോകുന്നത്. അതൊക്കെ തക്ക സമയത്ത് അവിടെ ആൾ വരും. ആളില്ലാത്തത് കൊണ്ടും മുസ്ലിം ലീഗിന് ഒരു കുച്ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ മുസ്ലിം ലീഗ് എറണാകുളം ജില്ലയിലടക്കം UDFൻ്റെ കൂടെ നിന്ന് അതിൻ്റെ ശക്തി തെളിയിക്കുക തന്നെ ചെയ്യും. അത് നിങ്ങൾ പറഞ്ഞത് ശരിയല്ലല്ലോ. കഴിഞ്ഞ മാസമാണ് ഡൽഹിയിൽ ചേർന്ന ഞങ്ങളുടെ ദേശീയ കൗൺസിൽ അദ്ദേഹം പങ്കെടുത്ത് ദേശീയ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. 30 ദിവസം തികഞ്ഞിട്ടില്ല. അപ്പോഴൊക്കെ നിങ്ങളൊക്കെ മറക്കാൻ പാടുണ്ടോ? ഇന്നത്തെ മീറ്റിങ്ങിൽ പല ആളുകളും ഞങ്ങൾ തെക്കൻ ജില്ലകളിലുള്ള ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിമാരെയാണ് വിളിച്ചത്. ഇവിടെയുള്ള നേതാക്കന്മാരെയാണ് വിളിച്ചത്. അദ്ദേഹം ആരോഗ്യപരമായ കാരണങ്ങളാൽ പല യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുക്കാറില്ല. ഇബ്രാഹിം സാഹിബ് പങ്കെടുക്കാറില്ല. ഇപ്പോൾ സാദിഖലി തങ്ങൾ വന്നിട്ടില്ല. ഇബ്രാഹിം സാഹിബ്, കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നിട്ടില്ല. അതൊന്നും ഇപ്പോൾ അവരുടെ പ്രതിഷേധം കൊണ്ടാണ് എന്ന് പറയാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസങ്ങളിലും ഇവിടെയുള്ള മണ്ഡല യോഗങ്ങളിലൊക്കെ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളെ വാർത്തകളിൽ മാധ്യമങ്ങളിൽ തന്നെയല്ലേ ആ വാർത്തകൾ കൊടുത്തത്?